റെക്കോർഡ് ചെയ്ത ഒരു വാട്ടർഫോളിൻ്റെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് ഈ വ്യക്തി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ശബ്ദത്തെ ഈ ഒരു ഉപകരണം ഏത് ദിശയിലേക്കാണോ തിരിക്കുന്നത് ആ ദിശയിലിരിക്കുന്നവർക്ക് മാത്രം കേൾക്കുവാൻ സാധിക്കും. അതിനെയാണ് ഇദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ആ ഉപകരണം ആ ദിശയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആ വ്യക്തിക്കൊന്നും കേൾക്കുവാനും സാധിക്കത്തില്ല. മതിലേലൊക്കെ തട്ടി ബൗൺസ് ചെയ്ത് വരുന്ന റിഫ്ലക്ഷനിലെ എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം ചിലപ്പോൾ കേട്ടേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡെമോൺസ്ട്രേഷൻ്റെ ഉദ്ദേശം ശബ്ദത്തെ ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് എത്തിക്കാം, അതിനെ അങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ്. മാത്രവുമല്ല, അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ശബ്ദം അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ബ്രെയിൻ്റെ ഉള്ളിൽ തന്നെ കേൾക്കുന്നു എന്ന ഫീലിംഗ് തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇപ്പോൾ സാങ്കേതിക വിദ്യ, ടെക്നോളജിയുടെ ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇനി ഭാവിയിൽ നടക്കുവാൻ പോകുന്ന വലിയ വഞ്ചനയുടെ, വലിയ ചതിക്ക് വേണ്ടിയുള്ള സെറ്റിംഗ് ദ സ്റ്റേജാണ്. സ്റ്റേജിനെ ഒരുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ എന്താണ് വോയിസ് ഓഫ് ഗോഡ് പേറ്റന്റ്, വോയിസ് ടു സ്കൾ ടെക്നോളജി, പിന്നെ ചില സാങ്കേതിക വിദ്യകൾ അതിൽ നമ്മുടെ മനസ്സുകളെ വായിക്കുവാനും, പിന്നെ ഇതെല്ലാം എങ്ങനെയാണ് അന്ത്യകാല ബൈബിൾ പ്രവചനവുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത് എന്നുള്ളതെല്ലാമാണ് ഈ സന്ദേശത്തിൽ. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റർണിറ്റി. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ ക്ലിപ്പിൻ്റെ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗം ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്രകാരമുള്ള ഹൈലി ഡയറക്ഷണൽ സൗണ്ട് ടെക്നോളജി, സൗണ്ടിൻ്റെ സാങ്കേതിക വിദ്യയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ആണ്. അദ്ദേഹം വിവരിക്കുന്നത് ശബ്ദത്തെ ഒരു പ്രത്യേക വ്യക്തിയിലേക്ക്, അതിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലും ATM ആണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഭവനത്തിലാണെങ്കിലും ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു വ്യക്തിയിലേക്ക് മാത്രമായിട്ടുള്ള രീതിയിൽ ശബ്ദത്തെ എങ്ങനെ കേന്ദ്രീകരിച്ച് എത്തിക്കാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വ്യക്തിക്ക് മാത്രമേ ആ സന്ദേശം കേൾക്കുവാനും സാധിക്കുകയുള്ളൂ. ആ ഒരു ഉപകരണം ആ വ്യക്തിയുടെ ദിശയിൽ നിന്നും മാറ്റുമ്പോൾ അബ്സല്യൂട്ട്ലി സൈലൻസ്, നിശബ്ദതയുമായിരിക്കും. ഈ ഒരു സാങ്കേതിക വിദ്യയ്ക്ക് പൊട്ടൻഷ്യലായിട്ടുള്ള യൂസുകളുണ്ട്. നോയിസ് ക്യാൻസലേഷൻ, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഡേറ്റ ട്രാൻസ്മിഷൻ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മേഖലകളിലും ഇതിനെ പ്രയോജനപ്പെടുത്താം. അപ്പോൾ താൻ ഹൈലൈറ്റ് ചെയ്യുന്നത് മിലിറ്ററി ആപ്ലിക്കേഷനുകളിൽ, സൈനികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചില സൗണ്ടുകളുടെ ഇല്യൂഷൻ ഉണ്ടാക്കാം. അതായത് ദൂരത്ത് നിന്ന് വലിയൊരു സൈന്യം വരുന്നത് പോലെയുള്ള സൗണ്ടുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രത്യേക വ്യക്തികളിലേക്ക് മാത്രം ചില സന്ദേശങ്ങൾ എത്തിക്കാം. അദ്ദേഹം തന്നെ പറയുന്ന അമേരിക്കൻ മിലിറ്ററി വളരെ ആക്റ്റീവായിട്ടുള്ള രീതിയിൽ ഈ സിസ്റ്റംസ് വാങ്ങുകയായിരുന്നു, കാരണം അത്രമാത്രം എഫക്റ്റീവായിരുന്നു അത്. അപ്പോൾ ഈ ടെക്നോളജിയുടെ പേരാണ് LRAD അല്ലെങ്കിൽ ലോങ് റേഞ്ച് അക്യൂസ്റ്റിക് ഡിവൈസ്. ഇതൊരു ഡയറക്ഷണൽ സൗണ്ട് സിസ്റ്റമാണ്. അതായത് ഒരു പ്രത്യേക ദിശയിലേക്ക് മാത്രം ശബ്ദത്തെ കേന്ദ്രീകരിച്ച് അയക്കുവാൻ സാധിക്കും. അതിനെ ക്രൗഡ് കൺട്രോളും പിന്നെ പ്രതിഷേധങ്ങളൊക്കെ നടത്തുമ്പോൾ ആളുകളെ കൺട്രോൾ ചെയ്യുവാനും ഡിസ്പേഴ്സ് ചെയ്യുവാനും ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വളരെ ദൈർഘ്യമേറിയ ദൂരങ്ങളിലേക്ക് ഈ മെസ്സേജസ്, സന്ദേശങ്ങളെ ആ ദിശയിലേക്ക് തന്നെ അയക്കുവാൻ സാധിക്കും. ഈ സാങ്കേതിക വിദ്യ വളരെയധികം അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഈവൻ 2019, 2020 എന്ന വർഷങ്ങളിൽ തന്നെ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടുകളും ആർട്ടിക്കിൾസ് തന്നെ പറയുന്നുണ്ട് ഈ വോയിസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശബ്ദം എന്ന ഈ ആയുധങ്ങളെപ്പറ്റിയും പിന്നെ ലേസർ അധിഷ്ഠിത സിസ്റ്റംസും, അതിലെല്ലാം ശബ്ദത്തെ അല്ലെങ്കിൽ സന്ദേശങ്ങളെ ചില പ്രത്യേക വ്യക്തികളിലേക്ക് കേന്ദ്രീകരിച്ച് അയക്കുവാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇപ്രകാരമുള്ള റിപ്പോർട്ടുകളൊക്കെ പബ്ലിഷ് ആകുന്നതിന് മുമ്പ് തന്നെ മിലിറ്ററി റിസർച്ചിൽ, സൈനിക ഗവേഷണത്തിൽ ഇതെല്ലാം നേരത്തെ തന്നെ ഉപയോഗിച്ച് വരികയായിരുന്നു. അപ്പോൾ ബൈബിൾ പ്രവചനം പഠിക്കുന്ന വ്യക്തികളെന്നുള്ള നിലയ്ക്ക് നാം മനസ്സിലാക്കേണ്ടത് അന്ത്യകാലത്ത് വലിയ ചതിവ്, വലിയ ഡിസപ്ഷൻ, വലിയ വഞ്ചന ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ആത്മീക വിവേചനം എക്സസൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ യഥാർത്ഥ ശബ്ദവും ഇപ്രകാരമുള്ള ചതിക്കുന്ന, വഞ്ചിക്കുന്ന സ്വാധീന ശക്തികളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ക്ലിപ്പ്, ഇതിലെ ആ വ്യക്തി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഒരു ക്ലാസ്സിലാണ്, ഈ വോയിസ് ടു സ്കൾ ടെക്നോളജി. അദ്ദേഹം ആ ഉപകരണം ഏത് ദിശയിലേക്കാണോ തിരിക്കുന്നത് അവിടെയുള്ളവർക്ക് മാത്രമേ ആ ശബ്ദം കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രത്യേക ശബ്ദം കേൾക്കുവാൻ സാധിക്കില്ല, കാരണം ആ ഉപകരണം നമ്മളിലേക്കല്ല തിരിഞ്ഞിരിക്കുന്നത്. ഇറ്റ് സീംസ് അമേരിക്കയിലെ പെൻറ്റഗണിൻ്റെ കൈവശം ഈ ഒരു ടെക്നോളജി 20 വർഷത്തോളമായിട്ടുള്ള രീതിയിൽ അവരുടെ കൈവശമുണ്ട്. ഇനി മറ്റ് ചില ക്ലിപ്പുകളൂടെ കാണാം. ഇത് ഒരു US ഹൗസ് ഹിയറിങ്ങിൽ സംഭവിച്ചതാണ്. അതിനെ ക്യാമറ അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
ആ കോൺഗ്രസ് വുമൺ സ്റ്റേസി പ്ലാസ്കിൻ്റെ സൈഡിൽ നിൽക്കുന്ന സ്ത്രീയെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ കോൺഗ്രസ് വുമൺ സംസാരിക്കുമ്പോൾ ആ സ്ത്രീയുടെ ലിപ്സും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. I wanted to introduce into the record page 55 from the committee's interview with FBI employee Roya Demlow, who you just spoke about, which took place on July 17th, 2023. They would be representing what I said because I don't have much knowledge of that. They would be misrepresenting. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം തുറന്നു പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ റോബർട്ട് ഡൺകൺ. ഹാർവാർഡ് വിദ്യാഭ്യാസം ഉള്ള ഒരു സയൻറ്റിസ്റ്റ്. തൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഡിഫൻസ് റിസർച്ചിലാണ്. താൻ പറഞ്ഞതാണ് ഇപ്രകാരമുള്ള അഡ്വാൻസ്ഡ് മൈൻഡ് കൺട്രോൾ ടെക്നോളജീസ്, മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ടുള്ള ടെക്നോളജികളും പിന്നെ വോയിസ് മോർഫിംഗ്, ശബ്ദത്തെ മോർഫ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ടെക്നോളജികളും. താൻ പറഞ്ഞത് ഓരോ വ്യക്തിക്കും അവർക്ക് വിരലടയാളം ഫിംഗർ പ്രിൻ്റ് ഉള്ളതുപോലെ തന്നെ ബ്രെയിൻ പ്രിൻ്റുണ്ട്. ബ്രെയിന് അപ്രകാരമുള്ള ഒരു പ്രിൻ്റുണ്ട്. അതനുസരിച്ച് ഒരു വ്യക്തിയുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റിയെ കൃത്യമായിട്ടുള്ള രീതിയിൽ മോഡൽ ചെയ്താൽ ഒരു നാൾ സാധ്യതയുണ്ട് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്നുള്ളത് വ്യാഖ്യാനിക്കുവാനും ഈവൻ ആ വ്യക്തിയുടെ ചിന്തകളെ തന്നെ സ്വാധീനിക്കുവാനും. തൻ്റെ സജഷൻ അനുസരിച്ച് ഇപ്രകാരമുള്ള കേപ്പബിലിറ്റികളും അതായത് സാങ്കേതിക വിദ്യകളെല്ലാം വലിയ അളവായിട്ടുള്ള രീതിയിൽ വലിയ ലാർജ് സ്കെയിലിലും ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെളിവാണ് ആധുനിക ടെക്നോളജി നമ്മൾ വിചാരിക്കുന്നതിലും ഒത്തിരി അങ്ങ് മുന്നേ ആയി കഴിഞ്ഞു. ഇപ്പോൾ സയൻറ്റിസ്റ്റുകളും മിലിറ്ററി റിസർച്ചേഴ്സും വർഷങ്ങളായിട്ടുള്ള രീതിയിൽ സമയം ചെലവഴിച്ച് വരികയായിരുന്നു എങ്ങനെയാണ് മനുഷ്യൻ്റെ ബ്രെയിൻ ശബ്ദത്തിനും എനർജിക്കും പുറമേയുള്ള സ്റ്റിമുലൈക്കും പ്രതികരിക്കുന്നതെന്നുള്ളത്. ഡൺകൺ ഓൾറെഡി മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇപ്രകാരമുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂറോ ടെക്നോളജീസിൻ്റെ അപകടം. അപ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളും യുദ്ധങ്ങളിലും ഉണ്ടായേക്കാവുന്ന ശാരീരികമായിട്ടുള്ള യുദ്ധമുറകൾ ഉപയോഗിച്ചിട്ടുള്ള രീതികൾക്ക് പകരം മനുഷ്യൻ്റെ മനസ്സിനെ തന്നെ സ്വാധീനിച്ച് അപ്രകാരമുള്ള യുദ്ധത്തിൻ്റെ എല്ലാം റിസൾട്ട് മാറ്റാൻ സാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ടെക്നോളജികളെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഇതാണ് അവിടെ നടന്നതെന്നുള്ളത് കണ്ടുപിടിക്കുവാനും ബുദ്ധിമുട്ടാണ്. ആൻഡ് ഈ ടെക്നോളജിയുടെ പേരാണ് വോയിസ് ടു സ്കൾ ടെക്നോളജി. ചിലർ അവകാശപ്പെടുന്നത് തന്നെയുണ്ട് ഇപ്രകാരമുള്ള ശബ്ദങ്ങളും സന്ദേശങ്ങളും അവരും അവരുടെ ബ്രെയിനകത്ത് അനുഭവിച്ചു, അല്ലെങ്കിൽ അവർ കേട്ടിരുന്നു. അത് അവരുടെ ചെവിയിൽ നിന്നല്ല, അവരുടെ ഉള്ളിൽ തന്നെ അപ്രകാരമുള്ള സന്ദേശങ്ങൾ അവർ കേട്ടു എന്നവർ അവകാശപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് ഇപ്രകാരമുള്ള ടെക്നോളജീസ് ഉപയോഗിച്ച് ശബ്ദം അക്ഷരാർത്ഥത്തിൽ ഉണ്ടാക്കാതെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ അയക്കുവാൻ സാധിക്കുമെന്ന്. ഡൺകൺ വിവരിക്കുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാറിയോയിൽ ഇപ്രകാരമുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളെ ദുർവിനിയോഗം ചെയ്ത് സൈക്കോളജിക്കൽ മാനിപ്പുലേഷന് വേണ്ടി ഉപയോഗിക്കാം. താൻ പറഞ്ഞത് വോയിസ് മോർഫിങ്ങിൻ്റെ കൂടെ AI കൂടെ ചേരുന്ന രീതിയിലുള്ള സിസ്റ്റംസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു സാധ്യതയുണ്ട് തുടർമാനമായിട്ടുള്ള രീതിയിൽ ഒരു വ്യക്തിയുടെ ബ്രെയിനകത്ത് ചില സന്ദേശങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം, ആ രീതിയിലൂടെ ഒക്കെ പ്രവർത്തിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ തുടർമാനമായിട്ടുള്ള ഇപ്രകാരമുള്ള എക്സ്പോഷർ, ഈ സന്ദേശങ്ങൾ ഇങ്ങനെ ബ്രെയിനകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ മെൻ്റൽ ഡിസ്ട്രസ് ഉണ്ടായേക്കാം. മറ്റുള്ളവർ വിചാരിക്കും ഇപ്രകാരമുള്ള വ്യക്തികൾക്ക് മാനസികമായിട്ടുള്ള രീതിയിലുള്ള എന്തോ രോഗമുണ്ടെന്ന്. യഥാർത്ഥത്തിൽ പിൻപിൽ ഇതായിരിക്കും സംഭവിക്കുന്നത്. ആൻഡ് ഇവിടെയാണ് നമ്മൾ ഫ്രേ ഇഫക്റ്റ് അല്ലെങ്കിൽ മൈക്രോവേവ് ഓഡിറ്ററി എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു ഡോക്യുമെൻറ്റഡ് ഫിനോമിനനാണ്. അതിൽ ഒരു പ്രത്യേക രീതിയിൽ പൾസ് ചെയ്ത റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകളെ സാധാരണ ശബ്ദത്തിൻ്റെ വേവുകൾ വായുവിലൂടെ കടന്നു പോകുന്നതിന് പകരം ഇപ്രകാരമുള്ള പ്രത്യേക റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ ഉപയോഗിച്ച് ശബ്ദം പോലെ ആക്കി തീർക്കാം. ഡൺകൺ തന്നെ പറഞ്ഞത് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് വ്യക്തിയുടെ ബ്രെയിനകത്തേക്ക് തന്നെ ചില ശബ്ദങ്ങളും സന്ദേശങ്ങളും കൈമാറാം. താൻ ഇതും പറഞ്ഞിരുന്നു, ഇപ്രകാരമുള്ള ആ ഒരു എനർജിയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായേക്കാം. അതിൽ നിന്ന് തന്നെയാണ് സൈനിക റിസർച്ചിൽ നോൺ ലീതൽ ന്യൂറോളജിക്കൽ വെപ്പൺസ്, ശാരീരികമായിട്ടുള്ള മുറിവുണ്ടാക്കാതെ ന്യൂറോളജിക്കൽ ആയുധങ്ങളുടെ റിസർച്ചും ഒക്കെയും ആ രീതിയിലാണ് ഡെവലപ്പ് ചെയ്തത്. താൻ പറഞ്ഞത് ചെവികൾ കൂടാതെ തന്നെ ബ്രെയിന് കഴിവുണ്ട് ശബ്ദത്തെ തിരിച്ചറിയുവാൻ. അതിൽ നിന്നാണ് ചില അഡ്വാൻസ്ഡ് ടെക്നോളജികൾ ഒക്കെയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതും പിന്നെ ഹവാന സിൻഡ്രോമിനെ പറ്റിയുള്ള റിപ്പോർട്ടുകളെല്ലാം വന്നപ്പോൾ അവ തമ്മിലെല്ലാം കണക്ട് ചെയ്തതും, അതായത് ചില അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ സിംറ്റംസ്
ചിലർ അനുഭവിച്ചത് ഇപ്രകാരമുള്ള ഡിറക്റ്റഡ് എനർജി ടെക്നോളജികളായിരിക്കാം പിൻപിൽ പ്രവർത്തിച്ചതെന്ന്. വെളിപ്പാട് പുസ്തകം 13:8 പറയുന്നത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. വെളിപ്പാട് 13:15 പറയുന്ന, മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഈ V2K ടെക്നോളജിയുടെ ഇപ്പോഴത്തെ ഈ ടെക്നോളജിക്കൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഇത് വലിയ ആൾക്കൂട്ടങ്ങളുടെ നേരെ പ്രയോഗിക്കാം. അതിൽ ആരാണോ ഈ സന്ദേശം ഇപ്രകാരമുള്ള ഉപകരണങ്ങളിലൂടെല്ലാം അയക്കുന്നത്, അവർ അയക്കുന്ന ആ സന്ദേശം ഈ വലിയ ആൾക്കൂട്ടങ്ങളുടെ ബ്രെയിനകത്ത് കയറുകയും അവരത് വിശ്വസിക്കുകയും അവർ അത് അനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയും ചെയ്യാം. ആൻഡ് ഇതിൻ്റെ കൂടെ ഇപ്പോൾ ടെക്നോളജി ഉണ്ട്. യഥാർത്ഥത്തിൽ ആളുകൾ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയെടുക്കുവാൻ ഞാനത് എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് വായിച്ച വാക്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ 7 വർഷത്തെ മഹോദരവ കാലത്തിലെ ആ സാഹചര്യം അനുസരിച്ച് ആളുകൾ, അതായത് ലോകത്തിലുള്ളവർ, എതിർ ക്രിസ്തുവിനെ നമസ്കരിക്കുവാനും അവൻ്റെ പ്രതിമയെ ആരാധിക്കുകയും എന്ന് പറയുന്നൊരു സിസ്റ്റം വരും. അപ്പോൾ ചിലർ വിചാരിക്കും, അതങ്ങ് ഫേക്ക് ചെയ്താൽ പോരായോ, നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിൽ അത് ഉദ്ദേശിക്കേണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും മനസ്സിൽ യഥാർത്ഥത്തിൽ അവനെ ആരാധിക്കേണ്ടല്ലോ എന്ന്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ടെക്നോളജി ഉണ്ട്. യഥാർത്ഥത്തിൽ ഇനി അത് ഭാവിയിൽ വരുമ്പോൾ ആ എതിർ ക്രിസ്തുവിനെയാണോ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ അത് ജെനുവിനാണോ, യഥാർത്ഥത്തിൽ അവനെയാണോ ആരാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ടുള്ള സാങ്കേതിക വിദ്യ ഇപ്പോഴുണ്ട്. ഇപ്പോൾ തന്നെ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസും അതിൻ്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ടെക്നോളജി. മെഡിക്കൽ ടെക്നോളജിക്ക് ഒത്തിരി നാളായിട്ടുള്ള രീതിയിൽ ബ്രെയിൻ ആക്ടിവിറ്റിയെ റെക്കോർഡ് ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. AI ഇപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ പിമ്പിലുള്ള ഇൻഫോർമേഷനെയും കൂടെ ഡീകോഡ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഓസ്റ്റിനിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിലെ ഗവേഷണം അനുസരിച്ച് അവിടുത്തെ റിസർച്ചേഴ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണ് ബ്രെയിൻ ആക്ടിവിറ്റിയുടെ പാറ്റേൺസിനെ ടെക്സ്റ്റ് രൂപത്തിൽ കൺവേർട്ട് ചെയ്യാം. ഏകദേശം ആ വ്യക്തി ആ സമയത്ത് എന്താണ് ചിന്തിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. ഇത് ആളുകളുടെ ചിന്തകളെ ഡീകോഡ് ചെയ്യാനായിട്ടുള്ള വലിയൊരു സ്റ്റെപ്പാണ്. ഇപ്പം വളരെ ഫാസ്റ്റായിട്ടുള്ള രീതിയിലാണ് കൺസ്യൂമർ ആൻഡ് മെഡിക്കൽ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് ടെക്നോളജി മുന്നോട്ട് നീങ്ങുന്നത്. ആളുകൾക്ക് അവരുടെ ബ്രെയിൻ സിഗ്നലുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും. അതിൽ നിന്ന് തന്നെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ശാരീരിക ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ഇനിയും ചില കാര്യങ്ങളൊക്കെ അവർക്കും ചെയ്യാം. പിന്നെ ചില കൺസ്യൂമർ ന്യൂറോ ടെക്നോളജി ഡിവൈസസ് ഉണ്ട്. അതുപയോഗിച്ച് ബ്രെയിൻ ആക്ടിവിറ്റിയെ മോണിറ്റർ ചെയ്യുവാനും സ്റ്റിമുലേറ്റ് ചെയ്യുവാനും, ഇപ്പോൾ ഉറക്കത്തെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ടവർക്ക് ഇപ്രകാരമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം. പിന്നെ ലാബ് റിസർച്ച് തന്നെ നടന്നു വരികയാണ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ബ്രെയിൻ വേവ് പാറ്റേണുകളെ ഡീകോഡ് ചെയ്ത് അതിനെ ടെക്സ്റ്റ് രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യുവാൻ. ഇപ്പോഴത്തെ സിസ്റ്റങ്ങൾ അവർ പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ആക്യുറസിയാണ്, 40 മുതൽ 50% വരെയുള്ള ആക്യുറസി. പക്ഷേ അവർ തന്നെ പറയുന്നുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അത് 90% ആക്യുറസി പ്ലസ് അത്രയും ലെവലിലേക്ക് അത് കയറും. അപ്പോൾ കമ്പനികളും ഗവൺമെൻറ്റ്സും തുടർമാനമായിട്ട് ഇപ്രകാരമുള്ള ടെക്നോളജീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് അവർക്ക് ബ്രെയിൻ ആക്ടിവിറ്റിയെ ആക്സസ് ചെയ്യുവാനും അതിൽ നിന്നുള്ള ഇൻഫോർമേഷനെ ഡീകോഡ് ചെയ്യുവാനായിട്ടുള്ള പിമ്പിൽ അവർ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആളുകളുടെ ചിന്തകൾ, ഇമോഷനുകൾ, അവരുടെ ഓർമ്മകൾ, അവരുടെ ഉദ്ദേശങ്ങൾ, ഇപ്രകാരമുള്ള കാര്യങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രൈവസി ആയിരിക്കും കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ടുള്ള രീതിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും ടെക്നോളജി ബാഡാണോ, ടെക്നോളജി മോശമായിട്ടുള്ളൊരു കാര്യമാണോ? ഒരിക്കലുമല്ല. ടെക്നോളജിക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള വിഷ്വൽ, ഓഡിയോ വിഷ്വൽ മീഡിയ എല്ലാം നടക്കുന്നത് ടെക്നോളജിയുടെ ആ ഒരു വരവോടുകൂടിയാണ്. പക്ഷേ ബൈബിൾ പ്രവചനം പഠിക്കുന്ന വ്യക്തികളെന്ന രീതിയിൽ നാം മനസ്സിലാക്കണം, 7 വർഷത്തെ വരുവാൻ പോകുന്ന ആ മഹോദരവ കാലത്തിൽ ഇപ്രകാരമുള്ള ടെക്നോളജികളെല്ലാം ദുർവിനിയോഗിക്കപ്പെടും, മിസ്യൂസ് ചെയ്യപ്പെടും. എന്നിട്ട് അതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നവർ ചില സന്ദേശങ്ങൾ ആളുകളിലേക്ക് അയക്കും. ആ കേൾക്കുന്നവർ ആ സന്ദേശങ്ങൾ വിശ്വസിക്കും. അതുപ്രകാരം എതിർ ക്രിസ്തുവിനെ ആരാധിക്കും അല്ലെങ്കിൽ നമസ്കരിക്കും. ഓൾറെഡി ഇപ്പോൾ ടെക്നോളജി നിലവിലുണ്ട്. നമ്മുടെ മനസ്സിനകത്ത് എന്താണ് ചിന്തിക്കുന്നതെന്നുള്ളത് വായിച്ചെടുക്കുവാൻ, മനസ്സിലാക്കുവാൻ, ആൻഡ് അതിൽ നിന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ നമ്മൾ ചെയ്യുന്നത് എന്നെല്ലാം പരിശോധിക്കുവാനുള്ള ടെക്നോളജി ഇന്ന് നിലവിലുണ്ട്. എതിർ ക്രിസ്തു ഈ ടെക്നോളജികളെയെല്ലാം മിസ്യൂസ് ചെയ്യും ഭാവിയിൽ. എന്നിട്ട് ആളുകളെ അവങ്കിലേക്ക് ആകർഷിക്കും. എന്നിട്ട് അവർ എല്ലാവരും യഥാർത്ഥത്തിൽ എതിർ ക്രിസ്തുവിനെയാണോ ആരാധിക്കുന്നതെന്നുള്ളത് അവൻ ചെക്ക് ചെയ്യും. അവൻ്റെ ആ സിസ്റ്റം ചെക്ക് ചെയ്യും. പ്രിയമുള്ളവരെ,
ബൈബിളിൽ മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. അന്ത്യകാലത്തിൽ വലിയ അളവിൽ വഞ്ചനകൾ ഉണ്ടാവും. അനേക വാക്യങ്ങളുണ്ട്. നിങ്ങൾ ഈ താഴെ കാണുന്ന ഈ വാക്യങ്ങൾ ഒരു സാമ്പിൾ മാത്രമാണ്. അത്രമാത്രം അന്ത്യകാലത്ത് വഞ്ചന ഉണ്ടാകും എന്ന് ബൈബിൾ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കണം, ക്രിസ്തുവിനെ അറിയണം. എങ്കിൽ മാത്രമേ കാലഘട്ടത്തെ വിവേചിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ പ്രകാരമുള്ള അനേക കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും സംഭവിക്കുമ്പോൾ വിവേചിച്ച് മനസ്സിലാക്കണമെങ്കിൽ നാം ക്രിസ്തുവിലായിരിക്കണം. കാരണം ചുറ്റിനും ഡിസപ്ഷൻസാണ്, വഞ്ചനയും ചതിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു സുവിശേഷങ്ങളിൽ പറഞ്ഞത്, അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു, അന്യന്മാരുടെ ശബ്ദം അറിയായക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവാണ് നല്ല യഥാർത്ഥ ഇടയൻ എന്നത് തെളിയിക്കുവാൻ യേശു ഉപയോഗിച്ച ചില ഇമേജറികളാണ് ആ കേട്ടത്. അപ്പോൾ സത്യമെന്ന് പറയുന്നത് വെറും കുറേ ഇൻ്റലക്ച്വലായിട്ടുള്ള നോളജ് മാത്രമല്ല, കുറേ അറിവ് കുത്തി നിറയ്ക്കുക എന്നുള്ളതല്ല. സത്യം വരുന്നത് തന്നെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുമ്പോഴാണ് സത്യം നമ്മുടെ ഉള്ളിൽ വരുന്നത്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. സത്യമെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു വ്യക്തിയാണ്, അല്ലാതെ കുറച്ച് ഇൻഫർമേഷൻ, അറിവല്ല. യേശുവിനെ അറിയുക എന്ന് പറയുന്നതാണ് സത്യത്തെ അറിയുക. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നാണ് യേശു അവകാശപ്പെട്ടത്. അപ്പോസ്തലനായ പൗലോസും കണക്ട് ചെയ്ത് പറയുന്നുണ്ട് കൊളോസ്യർ 2:2-4 വരെയുള്ള വാക്യങ്ങളിൽ. അതായത് ക്രിസ്തുവിനെ അറിയുമെങ്കിൽ ഇപ്രകാരമുള്ള വഞ്ചനയിൽ നിന്ന് നമുക്ക് സംരക്ഷണമുണ്ടാവും. വഞ്ചനയെപ്പറ്റി, ഡിസപ്ഷനെപ്പറ്റി പറയുമ്പോൾ വരുവാൻ പോകുന്ന 7 വർഷത്തെ മഹോദ്രവ കാലയളവിൽ എതിർ ക്രിസ്തു അനേകരെ വഞ്ചിക്കും. ബൈബിൾ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ഇന്ന് അനേകർ യേശുവിൻ്റെ സത്യത്തെയും യേശുവിനെയും തള്ളിക്കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ 7 വർഷത്തെ മഹോദ്രവ കാലയളവിൽ ദൈവം വലിയ ഒരു എൻഡ് ടൈം ഡിസപ്ഷൻ, വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അനുവദിക്കും. പിശാചാണത് കൊണ്ടിരുന്നത്. പക്ഷേ അപ്രകാരമുള്ള ഒരു സാഹചര്യത്തെ ദൈവം അനുവദിക്കും. എന്തുകൊണ്ടാണ്? കാരണം ആളുകൾക്ക് സത്യം വേണ്ട, വ്യാജം മതി. ആളുകൾക്ക് സത്യത്തെ തള്ളി വ്യാജത്തെ സ്വീകരിക്കാൻ മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം അപ്രകാരമുള്ള ഒരു സാഹചര്യം തന്നെ അനുവദിക്കും ആ 7 വർഷത്തെ മഹോദ്രവ കാലയളവിൽ. ഞാനിതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ ആ 2 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായത്തെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് സെഷൻസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടതാണ് കർത്താവിൻ്റെ പ്രത്യക്ഷത, കർത്താവിൻ്റെ നാൾ, എന്താണ് അപ്പോസ്റ്റാസിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം, ആരാണ് തടുക്കുന്നവൻ. ആ അധ്യായത്തിൽ തന്നെ പൗലോസ് റാപ്ചറിനെ പറ്റി, ഉൽപ്രാപണത്തെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ആ സെഷൻസ് ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ സന്ദേശം ഇപ്പോൾ ഫിൽം ചെയ്യുന്ന സമയത്ത് ക്രിസ്തുവിലായവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യാശയുണ്ട്. യേശു കർത്താവ് തൻ്റെ സത്യസഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും. അതിന് വിളിക്കുന്ന പേരാണ് റാപ്ചർ, ഉൽപ്രാവണം. ആ ഒരു സംഭവത്തിന് ശേഷമായിരിക്കും ആ 7 വർഷത്തെ മഹോദ്രവ കാലയളവ് ഈ ഭൂമിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിലായവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന വണ്ണം തന്നെ ജീവിക്കണം. വിശ്വസ്തരായി കർത്താവിനെ സേവിക്കണം. ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നാളേക്കെന്ന് ആ തീരുമാനം മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ആ ഒരു തീരുമാനം നിങ്ങൾക്കൊന്ന് എടുക്കാമോ? നിങ്ങളെ സഹായിക്കുവാനുള്ള ചില സന്ദേശങ്ങളുടെ ലിങ്കുകളിലൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുവാൻ വേണ്ടി ലൈക്ക് ചെയ്യുകയും ഹൈപ്പും കൂടെ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യുക. മാത്രവുമല്ല ഈ സന്ദേശങ്ങളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് ബാക്കപ്പ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ടെലഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഡെലിവേർഡായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.